Hi, good evening. Today we are going to discuss about ജെർമി ബെന്താം. അപ്പോൾ നമ്മളുടെ കോൺട്രാക്ച്വലിസ്റ്റുകളുടെ കഴിഞ്ഞു, ലോക്സ്, ഹോബ്സ് ആൻഡ് റൂസോ. ഇനി നമ്മൾ ജെർമി ബെന്താമിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ജെർമി ബെന്താം വാസ് ദി ഫാദർ ഓഫ് യൂട്ടിലിറ്റേറിയനിസം. Introduction. Jeremy Bentham was a British political philosopher and jurist. He is the founder of utilitarianism. His ideas strongly influenced modern democracy, law and administration. യൂട്ടിലിറ്റേറിയനിസത്തിൻ്റെ ഫാദർ ജെർമി ബെന്താമാണ്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. യൂട്ടിലിറ്റേറിയനിസത്തിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ ജെർമി ബെന്താമാണ്. ഈസ് ഐഡിയ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് മോഡേൺ ഡെമോക്രസി, അതുപോലെ തന്നെ ലോസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എല്ലാത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ജെർമി ബെന്താമിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് ഹൗ ടു മേക്ക് ലോസ് ദാറ്റ് പ്രൊമോട്ട് ഹ്യൂമൻ ഹാപ്പിനെസ്. മനുഷ്യൻ്റെ സന്തോഷത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. ഏത് നിയമം നിർമ്മിക്കുമ്പോഴും ഏത് നിയമം നടപ്പിലാക്കുമ്പോഴേ ആ രാജ്യത്തെ പൗരൻ്റെ സന്തോഷത്തിന് പ്രാധാന്യം നൽകിയിരിക്കണം. ഇനി എന്താണ് യൂട്ടിലിറ്റേറിയനിസം? യൂട്ടിലിറ്റേറിയനിസം ഈസ് എ മോറൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറി. ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള തിയറിയാണ് യൂട്ടിലിറ്റേറിയനിസം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നമ്പർ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് മോറൽസ് ആൻഡ് ലെജിസ്ലേഷൻ. എന്താണ് ഹാപ്പിനെസ് എന്നുള്ളത്? പ്ലഷർ ആണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പെയിൻ ആണ്. അപ്പോൾ ഒന്ന് നോക്കി, ദ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുക, അതാണ് അതായത് മാക്സിമം ആളുകൾക്ക് സന്തോഷം ലഭിക്കുക ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഒരു രാജ്യത്ത് നിന്ന്. നെക്സ്റ്റ്, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ബെന്താംസ് ഫിലോസഫി. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ബെന്താംസ് ഫിലോസഫി. ഫസ്റ്റ് വൺ, ഹെഡോണിസ്റ്റിക് പ്രിൻസിപ്പിൾസ്. Human beings are governed by pleasure and pain. മനുഷ്യൻ എന്ന് പറയുന്നത് സുഖത്താലും സന്തോഷത്താലുമൊക്കെ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. All actions aim to maximize pleasure and minimize pain. എല്ലാ പ്രവർത്തനങ്ങളും എന്തിനു വേണ്ടിയുള്ളതാണ്? മാക്സിമം സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ വേദനകളെ, സങ്കടങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയും ആണ്. അപ്പോൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ് ഏതാണ് ബെന്താമിൻ്റെ ഫിലോസഫിയിലെ? ഹെഡോണിസ്റ്റിക് പ്രിൻസിപ്പിൾ, ഒരു സുഖമായി ബന്ധപ്പെട്ട സുഖതത്വവാദമാണിത്. നെക്സ്റ്റ്, ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് പ്രിൻസിപ്പിൾ. ആൻ ആക്ഷൻ ഓർ ലോ ഈസ് ഗുഡ് ഇഫ് ഇറ്റ് ഇൻക്രീസസ് ഹാപ്പിനെസ്. അതായത് ഒരു നിയമം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അത് എപ്പോഴാണ് നമ്മൾ ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറയുന്നത്? എപ്പോഴാണ്? നമുക്ക് മാക്സിമം സന്തോഷം ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ പ്രവൃത്തിയെ നല്ലതെന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബാഡ് ഇഫ് ഇറ്റ് കോസസ് പെയിൻ ഓർ അൺഹാപ്പിനെസ്. ഇതിൻ്റെ ബാഡ് എന്നൊരു കാര്യത്തെ നമ്മൾ എപ്പോഴാണ് വിളിക്കുന്നത്? എപ്പോഴാണോ നമ്മളെ അത് വേദനയിലേക്ക് തള്ളിവിടുന്നത്, നമുക്ക് സന്തോഷം ഇല്ലാതാക്കുന്നത്, അപ്പോഴാണ് ആ പ്രവൃത്തിയെ ബാഡ് എന്ന് വിളിക്കുന്നത്. ഹാപ്പിനെസ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഫോർ സൊസൈറ്റി ആസ് എ ഹോൾ, നോട്ട് ഇൻഡിവിജ്വൽസ് അലോൺ. ഹാപ്പിനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ സന്തോഷമല്ല, ഒരു സൊസൈറ്റിക്ക് മൊത്തത്തിൽ ലഭിക്കുന്ന സന്തോഷമാണ്. അതായത് സൊസൈറ്റിക്ക് മൊത്തത്തിൽ ലഭിക്കുന്ന നന്മ, അതിൻ്റെ ഒരു വെർച്യു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷമാണ് എന്തുദ്ദേശിക്കുന്നത്? ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് പ്രിൻസിപ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ഒരു നിയമം അല്ലെങ്കിൽ ആക്ഷൻ ഗുഡാണെങ്കിൽ അത് ഹാപ്പിനെസ് ഇൻക്രീസ് ചെയ്യുന്നു,
അത് ബാഡ് ആണെങ്കിലോ നമുക്ക് പെയിൻ അല്ലെങ്കിൽ അൺഹാപ്പിനെസ് ആണ് നൽകുന്നത്. നെക്സ്റ്റ്, യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി മീൻസ് ദ യൂസ്ഫുൾനെസ് ഓഫ് ആൻ ആക്ഷൻ ഓർ ലോ. ഒരു നിയമം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി എങ്ങനെയാണത് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ്? എ ലോ ഹാസ് യൂട്ടിലിറ്റി ഇഫ് ഇറ്റ്. ആ ഒരു നിയമത്തിനൊരു യൂട്ടിലിറ്റി ഉണ്ടാവുന്നത് എപ്പോഴാണ്? പ്രൊമോട്ട് ഹാപ്പിനെസ്, റെഡ്യൂസ് സഫറിങ്. ഇത്രയും നേരം പറഞ്ഞത് തന്നെ ഹാപ്പിനെസ് പ്രൊമോട്ട് ചെയ്യുകയും സഫറിങ്ങിനെ റെഡ്യൂസ് ചെയ്യുമ്പോഴുമാണ് എന്ത് വരുന്നത്? ആ നിയമം യൂസ്ഫുൾ ആകുന്നത്. നെക്സ്റ്റ്, എന്താണ് ഈ ഹെഡോണിക് കാൽക്കുലസ്? ജെർമി ബെന്താമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഹെഡോണിക് കാൽക്കുലസ്. ബെന്താം ഇൻട്രൊഡ്യൂസ്ഡ് എ മെത്തേഡ് ടു മെഷർ പ്ലഷർ ആൻഡ് പെയിൻ. പ്ലഷറും പെയിനും അളക്കുന്നതിനുള്ളൊരു മെത്തേഡായിട്ടാണ് ഹെഡോണിക് കാൽക്കുലസിനെ കണക്കാക്കുന്നത്. അതിന് പ്രധാനമായിട്ടും 7 ക്രൈറ്റീരിയ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത്തത് ഇൻറ്റൻസിറ്റി, അതിൻ്റെ തീവ്രത. ഹൗ സ്ട്രോങ് ഈസ് ദ പ്ലഷർ, അതായത് നമുക്ക് ലഭിച്ച സന്തോഷം എന്തുമാത്രം സ്ട്രോങ് ആണ്, അതാണ് ഇൻറ്റൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്താണ് ഡ്യൂറേഷൻ, അതിന് എത്രമാത്രം ദൈർഘ്യമുണ്ട്, അതായത് ഹൗ ലോങ് ഡസ് ഇറ്റ് ലാസ്റ്റ്, എത്ര കാലത്തേക്ക് ഇത് നിലനിൽക്കും. മൂന്നാമത്തത് സെർട്ടിനിറ്റി, ഹൗ ലൈക്ലി ഈസ് ഇറ്റ്, അതിൻ്റെ ഒരു ഉറപ്പാണ്, അതിൽ എന്തുമാത്രം ഉറപ്പുണ്ട്. ദെൻ propinquity, ഹൗ സൂൺ വിൽ ഇറ്റ് ഒക്കോർ, എത്ര പെട്ടെന്ന് എനിക്കത് സാധ്യമാകും നേടിയെടുക്കാൻ. ദെൻ ഫെക്കൻഡിറ്റി, വിൽ ഇറ്റ് ലെഡ് ടു മോർ പ്ലഷർ, എനിക്കിത് കൂടുതൽ സന്തോഷം നൽകുമോ. അടുത്തതാണ് പ്യൂരിറ്റി, വിൽ ഇറ്റ് ബി ഫ്രീ ഫ്രം പെയിൻ, എനിക്കിപ്പോൾ ലഭിച്ച ആ സന്തോഷം അത് വേദനയിൽ നിന്ന് മുക്തമായിരിക്കണം അല്ലേ, അപ്പോൾ വേദനയിൽ നിന്ന് മുക്തമാകുമോ. ലാസ്റ്റ് എക്സ്റ്റെൻറ്റ്, ഹൗ മെനി പീപ്പിൾ ആർ അഫക്റ്റഡ്, എത്ര ആളുകളെ ഇത് ബാധിക്കും. ഇത്രയും 7 ക്രൈറ്റീരിയസാണ് അദ്ദേഹം ഹെഡോണിക് കാൽക്കുലസിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തിനുള്ള മെത്തേഡാണ്? ടു മെഷർ പ്ലഷർ ആൻഡ് പെയിൻ. പ്ലഷറും പെയിനും മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടാണ് ഹെഡോണിക് കാൽക്കുലസിനെ ബെന്താം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതിൻ്റെ 7 ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണ്? ഇൻറ്റൻസിറ്റി, ഡ്യൂറേഷൻ, സെർട്ടനിറ്റി, പ്രൊപ്പിൻക്വിറ്റി, ഫെക്കൻഡിറ്റി, പ്യൂരിറ്റി ആൻഡ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഇത് 7ഉം പഠിക്കണം. കാരണം താഴെ തന്നിരിക്കുന്നതിൽ ഹെഡോണിക് കാൽക്കുലസിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതണം വേണ്ടേ. ഓക്കെ, അടുത്തത് വ്യൂസ് ഓൺ ലോ ആൻഡ് സ്റ്റേറ്റ്. പർപ്പസ് ഓഫ് ലോ, എന്താണ് അദ്ദേഹത്തിൻ്റെ ലോയുടെ പർപ്പസ്? മാക്സിമം ഹാപ്പിനെസ് ആണ്. ദ സ്റ്റേറ്റ് ഷുഡ് റിമൂവ് സോഷ്യൽ ഈവിൾസ് ആൻഡ് റീഫോംസ് ഔട്ട്ഡേറ്റഡ് ലോസ്, അതായത് സോഷ്യൽ ഈവിൾസ്, സാമൂഹിക തിന്മകളെയെല്ലാം റിമൂവ് ചെയ്യണം സ്റ്റേറ്റ്. അതോടൊപ്പം തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളെയൊക്കെ ഒന്ന് പരിഷ്കരിക്കുകയും വേണം. ഹി ഒപ്പോസ്ഡ് നാച്ചുറൽ റൈറ്റ്സ് തിയറി, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജെർമി ബെന്താം ഒപ്പോസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ റൈറ്റ് തിയറിയെയാണ്. ഹി സപ്പോർട്ടഡ് ലീഗൽ റിഫോംസിനെയും അതുപോലെ ലോസ് ക്രോഡീകരിക്കുന്നതിനെയും ലീഗൽ റിഫോംസിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആളാണ് ആര്? ജെർമി ബെന്താം. അപ്പോൾ വ്യൂസ് ഓൺ ലോ ആൻഡ് സ്റ്റേറ്റ് എന്താണ് പറയുന്നത്? പർപ്പസ് ഓഫ് ലോ എന്ന് പറയുന്നത് മാക്സിമം ഹാപ്പിനെസ് ആണ്. സ്റ്റേറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: സാമൂഹിക തിന്മകളെ തുടച്ചു നീക്കുക, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളെ ഒന്ന് പരിഷ്കരിക്കുക. നാച്ചുറൽ റൈറ്റ്സ് തിയറിയെ അദ്ദേഹം എതിർക്കുന്നു. അതോടൊപ്പം തന്നെ ലീഗൽ റിഫോംസിനെയും കോഡിഫൈഡ് ലോസ് ചെയ്യുന്നതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു. ബെന്താം ഓൺ റൈറ്റ്സ്. ബെന്താം റിജക്റ്റഡ് നാച്ചുറൽ റൈറ്റ്സ്. ഹി ഫേമസ്ലി കോൾഡ് ദം നോൺസെൻസ് അപ്പോൺ സ്റ്റീൽസ്. അദ്ദേഹം പറയുന്നത് നാച്ചുറൽ റൈറ്റ്സിന് എതിരുമാണ്, കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന അസംബന്ധം എന്നാണ് എന്തിനെ വിളിക്കുന്നത്? അദ്ദേഹം നാച്ചുറൽ റൈറ്റ്സിനെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? റൈറ്റ്സ് എക്സിസ്റ്റ് ഓൺലി ത്രൂ ലോ, നോട്ട് ബൈ നേച്ചർ. ഒരിക്കലും റൈറ്റ്സ് എന്ന് പറയുന്നത് നിയമങ്ങളാൽ
അല്ലെങ്കിൽ നിയമത്തിലൂടെ നേടിയെടുക്കുന്നതാണ്, ജന്മനാൽ അല്ല. ദെൻ പൊളിറ്റിക്കൽ ഐഡിയ സപ്പോർട്ട് ഡെമോക്രസി, അദ്ദേഹം ജനാധിപത്യത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സൽ സഫ്രേജിനെ, അതായത് സാർവത്രിക വോട്ടവകാശത്തെ അദ്ദേഹം ഒരു പരിധി, ഒരു ലിമിറ്റ് വെച്ചിട്ട് മാത്രം അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ലീഗൽ ഇക്വാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു. ബിലീവ്ഡ് ഗവൺമെൻറ് ആക്ഷൻ ഷുഡ് ബി ജഡ്ജ്ഡ് ബൈ യൂട്ടിലിറ്റി, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ അത് യൂട്ടിലിറ്റിയെ അടിസ്ഥാനമാക്കിയായിരിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ യൂട്ടിലിറ്റിക്ക് ഗവൺമെൻറ് ആക്ഷൻസിനെ ജഡ്ജ് ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ അവിടെ യഥാർത്ഥ സന്തോഷം ജനങ്ങളിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? ബെന്താം സ്ട്രൈറ്റിൽ നാച്ചുറൽ റൈറ്റ്സിനെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹം അതിനെ എന്ത് വിളിച്ചു? നോൺസെൻസ് അപ്പോൺ സ്റ്റീൽസ് എന്ന് വിളിച്ചു. പിന്നെ പറയാനുള്ളത് റൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് എക്സിസ്റ്റ് ഓൺലി ത്രൂ ലോസ് നോട്ട് ബൈ നേച്ചർ, ജന്മനാ ഒന്നും ലഭിക്കുന്നതല്ല, അത് നിയമങ്ങളിലൂടെ മാത്രം ലഭിക്കുന്നതാണ്. പിന്നെ ഡെമോക്രസിയെ സപ്പോർട്ട് ചെയ്തു, ലീഗൽ ഇക്വാലിറ്റിയെ സപ്പോർട്ട് ചെയ്തു. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ടത് നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലിറ്റി. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലിറ്റി, യൂട്ടിലിറ്റേറിയൻസത്തിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലിറ്റി ആരുടെയാണെന്ന് പഠിക്കണം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രഷർ ആൻഡ് പെയിനെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പറയണം. അതെങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽ ആക്ഷനിൽ, ദെൻ ലോസ്, ഗവൺമെൻറ് പോളിസീസിൽ. അപ്പോൾ ഇതിൽ മൂന്നിലുമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലൊക്കെയാണ് ഇൻഡിവിജ്വൽസിൻ്റെ വ്യക്തികളുടെ പ്രവർത്തനങ്ങളിൽ, നിയമങ്ങളിൽ, ഗവൺമെൻറ്റിൻ്റെ പോളിസികളിലൊക്കെയാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് യൂട്ടിലിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ സോഷ്യൽ വെൽഫെയർ, ഒരു സാമൂഹിക ക്ഷേമമാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഇൻഡിവിജ്വൽ ബെനിഫിറ്റ്. ശരിക്കും ഒരു സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ ക്ഷേമം നോക്കുമ്പോൾ വ്യക്തികളുടെ കാര്യത്തേക്കാൾ നമ്മൾ എന്തിന് പ്രാധാന്യം നൽകണം? കോമൺ സൊസൈറ്റിക്ക് എന്ത് നന്മ ഉണ്ടാകുന്നു എന്ന് നോക്കുക. അടുത്തത് ഇറ്റ് റിജക്ട്സ് മോറൽ റൂൾസ് ദാറ്റ് ഡു നോട്ട് പ്രൊമോട്ട് ഹാപ്പിനെസ്, സന്തോഷം തരാത്ത മോറൽ റൂൾസിനെ എല്ലാം അദ്ദേഹം റിജക്റ്റ് ചെയ്യാണ്. അപ്പം തന്നെ ആലോചിക്കുക, ഏത് ഗവൺമെൻറ് നിലനിൽക്കുന്നതും ഏത് വ്യക്തിയുടെ ആക്ഷൻസ്, ലോയുടെ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം എന്ത് കൊണ്ടുവരണം? ഓരോ വ്യക്തികളിലും സന്തോഷം കൊണ്ടുവരണം. സന്തോഷമില്ലാത്ത നിയമങ്ങൾക്കൊന്നും അദ്ദേഹം സാധുത കൽപ്പിക്കുന്നില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ ഈ ജർമ്മൻ ബെന്താമിൻ്റെ ന്യൂ ഐഡിയാസുമായിട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്? ഫൗണ്ടേഷൻ ഓഫ് യൂട്ടിലിറ്റേറിയനിസം, ദെൻ ഗൈഡ്സ് ലോ മേക്കേഴ്സ് ഇൻ മേക്കിംഗ് ജസ്റ്റ് ലോ, നീതിയുക്തമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അടുത്തത് എൻകറേജസ് വെൽഫെയർ ഓറിയൻറ്റഡ് ഗവേണൻസ്, അതായത് ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള ഗവേണൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. മൂന്നാമത്തത് അറ്റ് ലാസ്റ്റ് പ്രൊമോട്ട്സ് ഇക്വാലിറ്റി ബൈ കൗണ്ടിങ് എവരി വൺസ് ഹാപ്പിനെസ് ഈക്വലി, അതായത് ഓരോരുത്തരുടെ ഹാപ്പിനെസ്സിനെ ഈക്വലായിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഒരു ക്രിറ്റിസിസം വന്നിരിക്കുന്നത് ഇഗ്നോർസ് മോറൽ റൈറ്റ്സ് ആൻഡ് ജസ്റ്റിസ്, അദ്ദേഹം മോറൽ റൈറ്റ്സിനെയും ജസ്റ്റിസിനെയൊക്കെ ഇഗ്നോർ ചെയ്യുകയാണ്. രണ്ടാമത് ട്രീറ്റ്സ് ഓൾ പ്ലഷർ ആസ് ഈക്വൽ, എല്ലാ സന്തോഷങ്ങളും ഒരുപോലെയല്ല. ദെൻ ഡിഫിക്കൽട്ട് ടു മെഷർ ഹാപ്പിനെസ് ആക്യുറേറ്റ്ലി, ഒരാൾക്ക് എത്ര സന്തോഷം ഇത്ര അളവിൽ ലഭിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരർത്ഥത്തിൽ 3 ക്രിറ്റിസിസം നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നന്നായിട്ട് കേൾക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.